എഴുതിക്കോ. energy possessed by the surface molecule of a unit area is called of a and of unit area is called energy possessed by the surface molecule of unit area is called surface energy. ഏതാ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ബുക്കിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ സർഫസ് എനർജി എന്ന് പറഞ്ഞൊന്നുമില്ല, സർഫസിലുള്ള മോളിക്യൂൾ പ്രോസസ് ചെയ്യുന്ന എനർജി. ഇപ്പൊ വെള്ളത്തിന്റെ നമുക്ക് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സർഫസിന് ആ സർഫസിൽ നേരത്തെ പറഞ്ഞു വെള്ളത്തിലാശാൻ ഇന്നലെ അതിന് മണ്ടെങ്കിൽ ഓടി കളിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? വെള്ളം ഒരു നല്ല സ്ട്രെച്ച്ഡ് മെമ്പറൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് സർഫസിൽ കിടക്കുന്ന വെള്ളമൊക്കെ സ്ട്രെച്ച്ഡ് മെമ്പറൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ സ്ട്രെച്ച്ഡ് മെമ്പറൈൻ ആയിട്ട് ഇപ്പം നിങ്ങളുടെ ഡ്രസ്സ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി ഉണ്ടാകുന്നില്ലേ? ശരിയല്ലേ? അപ്പൊ സർഫസിൽ ഉണ്ടാകുന്ന അല്ലെ സർഫസിലുള്ള മോളിക്യൂൾസ് പ്രോസസ് ചെയ്യുന്ന എനർജിനെയാണ് സർഫസ് എനർജി എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചോണം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇത് എന്താണ് കൺസെപ്റ്റ് എന്താണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത അതായത് എക്സസ് പ്രഷറിന്റെ ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനകത്ത് ആ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലാക്കി ഇതിന്റെ കൺസെപ്റ്റ് കൂടെ ഒന്ന് എഴുതിയേ. അപ്പം എഴുതേണ്ടത് സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി possessed by the surface molecule of unit area. ഒരു യൂണിറ്റ് ഏരിയയുള്ള സർഫസിലുള്ള മോളിക്യൂള് പ്രോസസ് ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? സർഫസിലുള്ള മോളിക്യൂൾസ് പ്രോസസ് ചെയ്യുന്ന എനർജിനെയാണ് സർഫസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതിന്റെ ഒരു കൺസെപ്റ്റ് ഒന്ന് എഴുതിയിട്ടേ. The free surface of liquid free surface of liquid has a minimized ലാസ്റ്റ് ക്ലാസ്സിൽ കയറാത്തവരൊക്കെ ഒരു 2-3 പേജ് വിട്ടിട്ട് വേണം കേട്ടോ എഴുതാനേ. minimized surface area due to surface tension. അതിനർത്ഥം എന്താ? എപ്പോഴും സർഫസിലുള്ള മോളിക്യൂളിന് അതിന്റെ സർഫസ് ഏരിയ എന്ത് ചെയ്യാൻ കുറയ്ക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു സർഫസ് ടെൻഷൻ. നിങ്ങൾ ഒരു വെള്ളത്തിന്റെ തുള്ളി ഇങ്ങനെ ഇട്ടു. ആ വെള്ളത്തിന്റെ തുള്ളി പരന്നാണോ ഇങ്ങനെ ഇരിക്കുന്നത് അതോ ഇങ്ങനാണോ ഇരിക്കുന്നത്? ഇങ്ങനെ ആയിരിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് അറിയോ? അതിനകത്ത് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഇങ്ങനെ വലിക്കും അതിനെ. അതായത് ഏറ്റവും മിനിമം സർഫസ് ഏരിയയിലാക്കാൻ വേണ്ടി അതിനെ എന്ത് ചെയ്യും? വലിക്കും. ഓക്കെ. എന്തുകൊണ്ടാ? ഡ്യൂ ടു സർഫസ് ടെൻഷൻ. സർഫസിലുള്ള ടെൻഷൻ കൊണ്ട് എപ്പോഴും എന്താണ് അത് സ്ട്രെച്ച് മെമ്പറൈനായിട്ട് ഇപ്പം അതെന്താ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ പരന്നൊഴുകാതെ എന്താ ഏറ്റവും ചെറിയ സർഫസ് ഏരിയയിൽ ഒതുങ്ങി കൂടാൻ വേണ്ടിയുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും. ഓക്കെ. അതിനെ അലൈൻ ചെയ്യും. അപ്പം സാധാരണ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ പരന്നാണോ ഇരിക്കുന്നത് അതോ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടാണോ ഇരിക്കുന്നത്? ഡ്രോപ്പ് ആയിട്ടായിരിക്കുന്നത്. പിന്നീട് അത് പരക്കത്തുള്ളൂ. ശരിയല്ലേ? കുറെ നേരം കഴിഞ്ഞ് ഗ്രാവിറ്റിയുടെ എഫക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അതിങ്ങനെ പരക്കും. നമ്മൾ ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ ആയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ. അപ്പം അതും കൂടെ എഴുതുക. ദിസ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. നോക്കിയോ. ടു ഇൻക്രീസ് അപ്പം ആ സർഫസ് ഏരിയ കുറച്ചു. ടു ഇൻക്രീസ് the surface area work has to be done against the force due to the surface tension.
the amount of the amount of work done, amount of work done. ആ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തൊക്കെയോ കേൾക്കുന്ന പോലെ തോന്നുന്നു. മൈക്ക് അലീഷയാണോ? സോറി സാർ, അറിയാതെ ഓണായത്. ആ ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തവരോട് പറയാണ്, ഞാൻ സർഫസ് എനർജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർഫസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിലുള്ള മോളിക്യൂൾസ്, ഒരു ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ സർഫസിലുള്ള മോളിക്യൂൾ പൊസസ് ചെയ്യുന്ന എനർജിയാണ് സർഫസ് എനർജി. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു വെള്ളത്തിന്റെ തുള്ളി ഇടുവാണെങ്കിൽ ആ വെള്ളം ഇങ്ങനെ പരന്നിരിക്കാതെ എന്ത് ചെയ്യും? ഒരു ഡ്രോപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സർഫസ് ഏരിയ കാരണം എന്ത് ചെയ്യും? അത് ഏറ്റവും മിനിമം ഏരിയയിൽ എന്ത് ചെയ്യും? അതിന്റെ ഏരിയ കുറയ്ക്കാൻ വേണ്ടി അതിന്റെ മിനിമം എന്താണ്, അല്ലെങ്കിൽ സർഫസ് ഏരിയ ഏറ്റവും മിനിമം ആക്കി വെക്കാൻ വേണ്ടി അത് എന്ത് ചെയ്യും? അത് അലൈൻ ചെയ്യും. അതായത് പരന്നിരിക്കാതെ, ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ പരക്കാതെ ഒരു ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? സർഫസ് എനർജി കൊണ്ടാണ്. അപ്പം നമുക്ക് ആ സർഫസ് ഏരിയ കുറയ്ക്കുന്നതിനെ തടയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യണം? ഒരു വർക്ക് നടക്കണം. ശരിയല്ലേ? നോക്കിക്കോളൂ. ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, എഴുതിക്കോ. ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, amount of work done appears as potential energy in the liquid surface and is called surface energy. And equation എഴുതിക്കോ. surface energy is equal to work done surface energy is equal to work done by unit increase in area, അതായത് W by delta A. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതണം. സർഫസ് എനർജി is numerically equal to surface tension. പണ്ട് ഈ ഒരു ടേം പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, ഡെറിവേഷൻ. പക്ഷെ ഇപ്പൊ അത് പഠിക്കണ്ട. ഡെറിവേഷൻ ഉണ്ട്, എന്റെ കയ്യിൽ കിടപ്പുണ്ട് ഡെറിവേഷൻ. പക്ഷെ അത് വേണ്ട, ഇപ്പൊ ചോദിക്കാറില്ല. സർഫസ് എനർജി സർഫസ് ടെൻഷനും ഈക്വൽ. ശരിയല്ലേ? സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് എനർജി എന്താണ്? ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് ടെൻഷൻ. നമുക്ക് എടുക്കാം. ഇനി നോക്കിക്കോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. എക്സസ് പ്രഷർ ഇൻ എ ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഷുവറാ. ഒന്നേ കാണാതെ പഠിച്ചിട്ട് പോവോ, അല്ലെ മനസ്സിലാക്കി പഠിച്ചിട്ട് പോവോ, എന്തായാലും ചോദിക്കും. ഇതിനകത്ത് 5 ഡെറിവേഷനാണ് ചോദിക്കാൻ സാധ്യത. ഒന്ന് 5 എണ്ണം ചോദിക്കും എന്നല്ല പറഞ്ഞത്, 5 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ഒക്കെ ചോദിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒന്ന് ബെർണോളിസ് തിയറം, 2 ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, 3 എന്താണ് എക്സസ് പ്രഷർ ഇൻ എ ലിക്വിഡ് ഡ്രോപ്പ്, 4 ടെർമിനൽ വെലോസിറ്റി, 5 ക്യാപ്പിലാരിറ്റി. ഈ 5 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ ചോദിക്കുന്നു എനിക്കറിയത്തില്ല, ഏതൊക്കെ പഠിപ്പിക്കുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ഡെറിവേഷൻ ഇതാ. ഇത് കൂടാതെ വേറെ ഉണ്ട്, നമ്മുടെ എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് വേറെ 2-3 നമ്മൾ പഠിപ്പിച്ചായിരുന്നു, ചെറിയ ഡെറിവേഷൻസ് പഠിപ്പിച്ചായിരുന്നു. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും ഈ 5 ഡെറിവേഷൻ ആണ്. ഈ 5 ഡെറിവേഷൻ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഇത് 5 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ഈ ചാപ്റ്ററിന് ചോദിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം എഴുതുക. എക്സസ് പ്രഷർ ഇൻ എ ലിക്വിഡ് ഡ്രോപ്പ്, excess pressure in a liquid drop.
ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ എഴുതണേ. എല്ലാ കാര്യങ്ങളും അതേപോലെ ഞാൻ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ നോക്കിക്കോളൂ. ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്യൂ ടു സർഫസ് ടെൻഷൻ liquid has a tendency to reduce the surface area for a given volume for a surface area full stop ആണ്. അത് കഴിഞ്ഞിട്ട് for a given volume sphere has minimum surface area than any geometrical shape. Hence liquid drop takes spherical shape. ലിക്വിഡ് ഡ്രോപ്പ് എന്ത് ഷേപ്പാണ് എടുക്കുന്നത്? ഒരു ലിക്വിഡ് ഡ്രോപ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഷേപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്? സ്ഫെറിക്കൽ ഷേപ്പാ. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങൾ ഏതൊരു ഷേപ്പ് നിങ്ങൾ 3 ഡയമെൻഷൻ ഷേപ്പ് എടുത്ത് നോക്കിയാലും ഏറ്റവും ചെറിയ ഏരിയ എന്ന് പറയുന്നത് സ്ഫിയറിന്റെ ഏരിയ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് ലിക്വിഡ് സ്ഫെറിക്കൽ. കാരണം നമുക്കറിയാലോ സർഫസ് എനർജിയും കൊണ്ടിട്ട് എന്താ സംഭവിക്കുന്നത്? ഏതൊരു ഫ്ലൂയിഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? അത് മിനിമം ഏരിയയിലോട്ട് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. അപ്പം അതിനകത്ത് സ്ഫിയറിനാണ് ഏറ്റവും മിനിമം ഏരിയ. അതുകൊണ്ട് ആണ് ലിക്വിഡ് എന്തായിട്ടിരിക്കുന്നത്? ലിക്വിഡ് ഒക്കെ നിങ്ങൾ ഓരോ തുള്ളി ഒഴിക്കുന്ന സമയത്ത് അത് ഡ്രോപ്പ് ആയിട്ടിരിക്കുന്നതിന്റെ കാരണം അതാണ്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ആ ലിക്വിഡ് ഡ്രോപ്പിനുള്ളിലുള്ള പ്രഷർ എന്താ? വെളിയിലുള്ള പ്രഷറിനെക്കാട്ടിലും കൂടുതലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് തിയറം. ഓക്കെ, ആ ലിക്വിഡ് ഡ്രോപ്പിനുള്ളിലുള്ള പ്രഷർ പുറത്തുള്ള പ്രഷറിനെക്കാട്ടും കൂടുതലാന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കിയോ, അതിനു വേണ്ടി അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. therefore the pressure inside the drop is greater than outside. അപ്പൊ നമുക്ക് ഡെറിവേഷൻ ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോളൂ, ഡെറിവേഷൻ അല്ല, ഈ വ്യത്യാസം നമുക്ക് ചേഞ്ച് ഇൻ പ്രഷർ. അപ്പൊ എന്തായിരിക്കും ചേഞ്ച് ഇൻ പ്രഷർ? പ്രഷർ എന്താന്ന് എഴുതാം. എന്താ ചേഞ്ച് ഇൻ പ്രഷർ? ഡെൽറ്റ പി എന്തായിരിക്കും? ഏത് പ്രഷറാണ് കൂടുതൽ? ഇൻസൈഡ് പ്രഷർ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പി ഇൻസൈഡ് കൂടിയ പ്രഷർ മൈനസ് പി ഔട്ട്സൈഡ് എന്നാണ് വരുന്നത്. ആണല്ലോ? നമുക്ക് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു പി ഐ മൈനസ് പി ഒ എന്ന് എഴുതാം. ആണല്ലോ? അതിൽ ഇൻസൈഡ് പ്രഷർ കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നോക്കിയേ. പി ഐ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഡെൽറ്റ പി പ്ലസ് പി ഒ എന്നല്ലേ വരുന്നത്. അപ്പം ഇൻസൈഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സൈഡ് പ്രഷറിലൂടെ ഏതോ ഒരു പ്രഷർ വാല്യൂ കൂട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇൻസൈഡ് പ്രഷർ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. ഇത് തെളിയിച്ച് കാണിക്കണം. അതാണ് നമ്മുടെ ഡെറിവേഷൻ. നോക്കട്ടെ, ഇന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തീർക്കാം കേട്ടോ. ഇപ്പൊ തീർക്കാൻ പറ്റുന്നേ ഉള്ളെന്ന് തോന്നുന്നു. നോക്കാം. എഴുതിക്കോ, ഡെറിവേഷൻ എഴുതിക്കോ. ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യമേ. ഡെറിവേഷൻ consider a liquid drop of radius r, having surface tension sigma. Let delta p be the excess pressure inside the drop. ശരിയല്ലേ? നമ്മൾ ആ ഇക്വേഷൻ എഴുതിയപ്പോൾ ഡെൽറ്റ പി വാല്യൂ ആയിരുന്നു കൂടി നിൽക്കുന്നത്.
ഡെൽറ്റ പി ആണ് എക്സസ് പ്രഷർ. Due to this excess pressure, there is a small increase in radius dr. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സർഫസ് ടെൻഷൻ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ലിക്വിഡ് എങ്ങനെയായിട്ട് മാറി, ചെറുതാകാനായിട്ട് ശ്രമിച്ചു, ഇങ്ങനെയായിട്ട് മാറി. പക്ഷെ ഇതിനകത്തെ പ്രഷർ കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, ഇത് ചെറിയ ഏരിയ എന്ത് ചെയ്യും, കൂട്ടാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോണം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ലിക്വിഡ് ഡ്രോപ്പിന്റെ ആക്ച്വൽ ഷേപ്പ് വരയ്ക്കണ്ട. ലിക്വിഡ് ഡ്രോപ്പിന്റെ ആക്ച്വൽ ഷേപ്പ് എന്താ, ഇങ്ങനെ വിചാരിക്കുക. സർഫസ് ടെൻഷൻ കൊണ്ട് എന്ത് സംഭവിക്കും, ഈ ലിക്വിഡ് ഡ്രോപ്പ് ചെറുതാവും, കാരണം മിനിമം ഏരിയയിലോട്ട് കോൺട്രാക്ട് ചെയ്യണമല്ലോ. എന്നാൽ ഇതിനകത്ത് പ്രഷർ കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യും, കുറച്ച് വെളിയിലോട്ട് എന്ത് ചെയ്യും, കൂടും. അതായത് ഇപ്പൊ ഇതിന്റെ ഏരിയ എന്താ, ഇപ്പൊ ഇതിന്റെ ഏരിയ R ആണെങ്കിൽ ക്യാപിറ്റൽ R എന്ന് എടുക്കാം. എന്നാൽ അകത്തുള്ള പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ ആ ഡ്രോപ്പിനെ എന്ത് ചെയ്യും, കുറച്ച് വലുതാക്കും. അപ്പൊ ചെറിയ ഒരു ഏരിയയുടെ കൂടുതലുണ്ടാവും, dr ഏരിയ കൂടും. കണ്ടോ, അപ്പൊ തന്നെ ഇങ്ങനെ ആയി മാറും. മനസ്സിലായി? ആക്ച്വൽ സൈസിൽ നിന്ന് സർഫസ് ടെൻഷൻ കാരണം അതെന്തായിട്ട് മാറി, കുറച്ച് സർഫസ് ഏരിയ കുറയ്ക്കുന്ന രീതിയിലേക്ക് വന്നെങ്കിലും അതിനകത്തുള്ള പ്രഷർ കാരണം കുറച്ച് സൈസ് എന്ത് ചെയ്യും, കൂടും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കി വെക്കണ്ട, അത് നോക്കിയോ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, dr ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ദ റേഡിയസ് ഓഫ് ന്യൂ ഡ്രോപ്പ് എന്തായുടെ, ഈ സർഫസ് ടെൻഷൻ കാരണം അല്ല, നമ്മുടെ എക്സസ് പ്രഷർ കാരണം ലിക്വിഡ് ഡ്രോപ്പ് വലുതായില്ലേ കുറച്ച്. അപ്പൊ അതിന്റെ ന്യൂ ഡ്രോപ്പിന്റെ റേഡിയസ് എത്രയായിരിക്കും, ആദ്യത്തെ R ആയിരുന്നു, ഇപ്പൊ dr കൂടിയെങ്കിൽ R പ്ലസ് dr ആയിരിക്കും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് കൂടിയത്, അകത്തുള്ള പ്രഷർ ഒരു വർക്ക് ചെയ്തത് കൊണ്ടല്ലേ കൂടിയത്, ഇല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, വർക്ക് ഡൺ ഡ്യൂ ടു എക്സസ് പ്രഷർ. അപ്പൊ W നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ, W ഇൻക്രീസ്, ഇങ്ങനെ പഠിച്ചോണം, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു എന്തെന്ന് എഴുതാം, ഇവിടെ നമ്മൾ സർഫസ് ടെൻഷൻ W ബൈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്നല്ലേ എഴുതിയേ. അതിനെ W നമുക്ക് എന്താക്കാം, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു എന്താക്കിയാൽ മതി, സർഫസ് ടെൻഷൻ ആക്കിയാൽ മതി. സർഫസ് ടെൻഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ W ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, എത്രയോ ഏരിയ കൂടി, ഡെൽറ്റ എ കൂടിയത്, ഇൻറ്റു സർഫസ് ടെൻഷന് നമ്മൾ ഇവിടെ എടുക്കുന്നത് സിഗ്മ ആയിട്ടായിരിക്കും. ചില സ്കൂളിൽ S ആയിട്ട് എടുക്കുന്നുണ്ട്, പ്രശ്നമില്ല. ഞാൻ സിഗ്മ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് സർഫസ് ടെൻഷനെ സിഗ്മ ആക്കി ഈ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. അടുത്തത് എത്ര ഏരിയ ഇൻക്രീസ്, നമുക്ക് ഈ ഡെൽറ്റ എ കണ്ടുപിടിച്ചാലല്ലേ മുമ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഡെൽറ്റ എ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിക്കോളൂ, നമുക്കറിയാം ഡെൽറ്റ എ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ, ഇങ്ങനെ ചെയ്താൽ പോരെ, ഫൈനൽ ലിക്വിഡ് ഡ്രോപ്സ് ഏരിയ മൈനസ് ഇനീഷ്യൽ ലിക്വിഡ് ഡ്രോപ്സ് ഏരിയ ചെയ്താൽ പോരെ, അതിന്റെ കാരണം എന്താ, ഇവിടെ നോക്കിയടേ, ഇതാണ് ഇനീഷ്യലിന്റെ ഏരിയ എന്താ, 6. അപ്പൊ അവിടുത്തെ ഏരിയ എന്തായിരിക്കും, സ്ഫിയറിന്റെ ഏരിയ എന്തുവാടേ, 4πr² ആണല്ലോ. സർഫസ് ഏരിയ ഇത് കാരണം, അകത്തുള്ള പ്രഷർ കാരണം ഇപ്പൊ ഇതിന്റെ എന്തായിട്ട് മാറി, കണ്ടോ, ഒരു dr കൂടി. അപ്പൊ ഇതിന്റെ മൊത്തം റേഡിയസ് എന്തായി, R പ്ലസ് dr ആയി. ആ പുതിയ ഫൈനൽ ലിക്വിഡ് ഡ്രോപ്പിന്റെ ഏരിയ എന്തായിരിക്കും, 4π ഇൻറ്റു എന്താണ്, R പ്ലസ് dr ദ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? അപ്പൊ ഇവിടെ കൂടി നിൽക്കുന്ന ഏതാ, ഇതല്ലേ. അപ്പൊ അതിന്റെ ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ ഏരിയ മൈനസ് ഈ ഏരിയ ചെയ്താൽ മതി. അതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എഴുതിക്കോളൂ, 4π R plus dr the whole square minus 4π R². അവിടെ നിന്ന് 4π ഇൻറ്റു എനിക്കിപ്പോ A പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, A² പ്ലസ് 2AB പ്ലസ് B². അപ്പൊ 2R ഇൻറ്റു എത്ര, 2 ഇൻറ്റു R ഇൻറ്റു dr പ്ലസ് എന്താ
ഡി ആർ സ്ക്വയർ ആണോ? ആണ്. മൈനസ് എന്താ 4 പൈ ആർ സ്ക്വയർ ആണല്ലോ. 4 പൈനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ 4 പൈ ആർ സ്ക്വയർ പ്ലസ് എന്തെന്ന് വരും? ഇവിടെ 8 പൈ ആർ ഡി ആർ എന്ന് വരുന്നു. പ്ലസ് എന്താ 4 പൈ ഡി ആർ സ്ക്വയർ എന്ന് വരുന്നു ആണല്ലോ. മൈനസ് എന്താ 4 പൈ ആർ സ്ക്വയർ. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? അപ്പൊ ഈ 4 പൈ ആർ സ്ക്വയറും ഈ മൈനസ് 4 പൈ ആർ സ്ക്വയറും കട്ട് ചെയ്ത് പോയി. ബാക്കി നോക്കാം നമുക്ക്. കണ്ടീഷൻ ഈ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ആർ എന്ന് പറയുമ്പോൾ സ്മോൾ ചേഞ്ച് ഇൻ റേഡിയസ് അല്ലേ? ആണോ? ആണ്. ഞാനപ്പോ ഡി ആർ ഈസ് വെരി സ്മോൾ. അങ്ങനെയാണെങ്കിൽ ഡി ആർ സ്ക്വയർ എന്ന് പറയുമ്പോഴും വെരി വെരി സ്മോൾ ആയിരിക്കും. അതിന്റെ കാരണം എന്താ? ഒരു ഉദാഹരണം നോക്കിയേ. ഡി ആറിനെ ഞാൻ 0.01 എന്ന് കൊടുക്കുന്നു. അപ്പൊ ഡി ആർ സ്ക്വയർ എന്താവും? 0.0001 എന്നാകത്തില്ലേ? നോക്കി, ഇതിനെ വെച്ച് നോക്കുമ്പോ ഇതെന്താ? വളരെ ചെറുതേ. ഞാൻ പറയുമ്പോ ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ എഴുതിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുന്തവും മനസ്സിലാവത്തില്ല. ശ്രദ്ധിച്ചിട്ട് എഴുതുമ്പോഴാണ് മനസ്സിലാവുന്നേ. ഇവിടെ നോക്കിയല്ല, നിങ്ങൾ കോപ്പി അടിച്ച് ഇതേപോലെ തന്നെ അങ്ങോട്ടേക്ക് വലിച്ച് എഴുതി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. കാര്യം ഇത് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞില്ലേ? ശ്രദ്ധിക്കൂടെ? ആ എങ്ങനെ സെപ്പറേറ്റ് ആയാൽ? അപ്പൊ കണ്ടീഷൻ ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡി ആർ എന്ന് പറഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റി ആണ്, വെരി സ്മോൾ ആണ്. അപ്പൊ ഡി ആർ സ്ക്വയറും വെരി വെരി സ്മോൾ ആണെന്നാണ് പറയുന്നത്. അത് നമുക്ക് തെളിയിക്കാം. ഡി ആർ 0.1 എടുത്തു, വെരി സ്മോൾ ക്വാണ്ടിറ്റിയാണ്, വെരി വെരി സ്മോൾ. ഡി ആർ സ്ക്വയറോ 0.001. അപ്പൊ ഇതിനേക്കാളും വളരെ 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 ചെറുതാണ്. ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങൾക്ക് 12.00001 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും എടുക്കും? 12 ആയിട്ട് എടുക്കത്തുള്ളൂ. നെഗ്ലക്ട് ചെയ്ത് കളയും. ഇതുവരെ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ പിന്നെ ഇതിന്റെ കാര്യം പറയാം. ശരിയല്ലേ? അല്ലേ? 12.1 വന്നാലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ അങ്ങ് അതേപോലെ തന്നെ എടുക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഈ ഡി ആർ സ്ക്വയർ ക്യാൻ ബി എന്ത് ചെയ്യാം? ക്യാൻ ബി എന്താ? നെഗ്ലക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ? ചേഞ്ച് ഇൻ ഏരിയ ഡെൽറ്റ ഈസിക്കൽ എന്താ? ഈ ഭാഗവും പോയി അല്ലേ? ബാക്കി എന്താ? 8 പൈ ആർ ഡി ആർ. ഇതിനെ ഇക്വേഷൻ നമ്പർ. ആ ഡി ആർ പോകത്തില്ല. ഡി ആർ സ്മോൾ ക്വാണ്ടിറ്റി അല്ലേ? ഡി ആർ സ്ക്വയർ ആണ് പോയത്. ഡി ആറിനെ കൂട്ടും. ഇപ്പം 0.1 വന്നു. 0. സ്ക്വയർ 0.01. ഇതിനെ കളയാൻ പറ്റത്തില്ല. ഇതിനെ കളയുന്നില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ഇക്വേഷൻ നമ്പർ 2 ആണ്. മുകളിലോട്ടാണ് വേണ്ട. ഏതായിരുന്നു? ഓക്കെ ആണോ? അല്ലെന്നെ ഓക്കെ ആണോ? ഞാൻ ചെറുതാക്കാം എല്ലാം. നിങ്ങളൊന്ന് ഇത്രയും വരെ ഓക്കെ ആണോ നോക്ക്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി അല്ലേ? ശരിയല്ലേ? ഇനി നോക്കിയോ, ഇനി അടുത്ത നോക്കിയോ. എഴുതാൻ പോവാണ്. നമുക്കറിയാം വി ഹാവ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണോ? കാരണം ഇവിടെ പ്രഷർ ഉണ്ട്, പ്രഷറാ കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ധനു ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ പ്രഷർ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പ്രഷറാണ് ഉണ്ടാകുന്നത്. ശരിയല്ലേ? ഡെൽറ്റ പി ഈസ് ഈക്വൽ എന്താ?
എഫ് ബൈ ഏരിയ ഓഫ് ലിക്വിഡ് ഡ്രോപ്പ്. ആദ്യത്തെ ഇനിഷ്യലാണ്, ശരിയല്ലേ? ഇനിഷ്യലിനല്ലേ എന്ത് സംഭവിക്കുന്നത്, സൈസ് ഇൻക്രീസ് സംഭവിക്കുന്നത്. അപ്പൊ ഇനിഷ്യൽ ഏരിയ എന്താ, 4 π ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ് ഈസിക്കൽ എന്താ, ഡെൽറ്റ പി ഇൻറ്റു എന്തെന്ന് എഴുതാം, 4 π ആർ സ്ക്വയർ എന്ന് എഴുതാലോ. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. ആണോ? ഇനി നോക്കിയോ, ഇനി നമുക്കറിയാം വർക്ക് ഡൺ കണ്ടുപിടിക്കണം. വർക്ക് ഡൺ ഈസിക്കൽ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ആണോ? ആണോ? ഡിസ്പ്ലേസ്മെന്റ് തന്നെ ഇവിടെ കിടപ്പുണ്ട്, എന്താ, അല്ല ഫോഴ്സ് ഇവിടെ കിടപ്പുണ്ട്, എന്താ, ഇത് ഇക്വേഷൻ 4 എന്ന് വേണേൽ കൊടുക്കാം. ഇക്വേഷൻ 4 എന്ന് വേണേൽ കൊടുത്തിട്ട് നമുക്ക് വേണേൽ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 3 ഇൻ എന്താ 4 കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 3 ഇൻ 4 കൊടുത്തു കഴിഞ്ഞാൽ നോക്കി, W ഈസിക്കൽ ഫോഴ്സിന് വരെ എന്ത് കൊടുക്കാം, ഡെൽറ്റ പി ഇൻറ്റു 4 π ആർ സ്ക്വയർ ഇൻറ്റു എന്ത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് ഇവിടെ, ഡി ആർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഡി ആർ എന്ന് എടുക്കാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ? കഴിഞ്ഞില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതും വർക്കാ കിട്ടിയത്. നമ്മൾ നേരത്തെ ഒരു വർക്ക് കണ്ടുപിടിച്ച് വെച്ചായിരുന്നല്ലോ ആദ്യം, വർക്ക് ഈസിക്കൽ ടു ഡെൽറ്റ എ ഇൻറ്റു സിഗ്മ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓൺ ഇക്വേറ്റിംഗ് 1 and 5. ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 5 എഴുതാനുള്ള സമയം ഞാൻ തരാം. ഇത് നോക്കിക്കോ എങ്ങനെ വരുന്നത്. നമുക്കറിയാം ഡെൽറ്റ എ ഇൻറ്റു സിഗ്മ ഈസിക്കൽ എന്തെന്ന് വരും, ഡെൽറ്റ പി ഇൻറ്റു 4 π ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ എന്ന് വരും. ആണല്ലോ? നമുക്കറിയാം ഏരിയയുടെ വാല്യൂ അറിയാലോ, എന്താ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എന്താ 8 π ആർ ഡി ആർ എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഉണ്ടോ? ഇൻറ്റു സിഗ്മ ഈസിക്കൽ എന്താ, ഡെൽറ്റ പി ഇൻറ്റു 4 π ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. ആണോ? ആണ്. ഈ ഡി ആറും പോയി, ഈ ആറും ഈ ആർ സ്ക്വയറിന്റെ ഒരു ആറും പോയി, ഈ പൈയും പോയി, ഈ 4ഉം ഈ 8ഉം പോയിട്ട് ഇത് 2 ആയി. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ എന്താ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു സിഗ്മ ഉണ്ട്, ഈസിക്വൽ ടു 6 പോയില്ലേ, ഇവിടെ ഒരു ഡെൽറ്റ പി ഉണ്ട്, പിന്നെന്താ, പിന്നെ ഇവിടെ ഒരു ആറുണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, എക്സസ് പ്രഷർ കണ്ടുപിടിക്കുന്നത്, ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ എന്തെന്ന് വരും, 2 സിഗ്മ ഡിവൈഡ് ബൈ എന്താ, ആർ. ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ഡെറിവേഷൻ. ഇത് വളരെ ചെറുതാക്കിയാണ്, ഇത് എന്റെ ബുക്കിനകത്ത് 4 പേജാണ്, വളരെ ചെറുതാക്കി തന്ന. ഏതാ 4 π, ഡി ആർ സ്ക്വയർ നെഗ്ലക്ട് ചെയ്തു, ഡി ആർ സ്ക്വയർ 0 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ 0 ഇൻറ്റു 4 π എമ്പോൾ 0 എന്നല്ലേ കിട്ടുന്നത്. അപ്പൊ അവിടുത്തെ ടേം എല്ലാം പോകത്തില്ലേ. എടാ വെരി 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 സ്മോൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 എന്നാണ് എടുക്കുന്നത്, ശരിയല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ തിയറി എല്ലാം അസ്യൂം ചെയ്താൽ മാത്രമേ ഇതൊക്കെ കറക്റ്റ് ആകത്തുള്ളൂ. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ്, മനസ്സിലായോ? അത് അങ്ങനെ എടുക്കുവാണെങ്കിൽ മാത്രം ഇത് ഇങ്ങനെയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, ഫാക്റ്റ് ആണ്. അതുകൊണ്ടാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വീണ്ടും വീണ്ടും സയൻസിനകത്ത് വരുന്നത്, മനസ്സിലായോ? ഈ ആറ്റോമിക് തിയറി ഡാൽട്ടൺ കണ്ടുപിടിച്ച തിയറി ആണോ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്? അല്ല, അതാണ് അതിന്റെ കാരണം. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞില്ല, പെട്ടെന്ന്.
കഴിഞ്ഞോ? അങ്ങനെയാണ് ഇനിയിപ്പോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ ടോപ്പിക്കും പിന്നെ ക്യാപിലാരിറ്റിയും കൂടെ ഉള്ളൂ ചാപ്റ്റർ തീർന്നേ. അപ്പൊ അത് അതിന്റെ ഒരു ഡെറിവേഷൻ കൂടെ പഠിപ്പിക്കാം. ഒരു ദിവസം കൂടെ ഞാൻ ഈ ചാപ്റ്റർ എടുക്കും, കാരണം അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ചെയ്യാം. ഇനി ഇതിനകത്ത് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഡെറിവേഷൻ ഉണ്ട്. ഇത് ശരിക്കും ഇതിപ്പോ നമ്മൾ എന്തിന്റെ എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ്. എന്നാൽ ഇനി അടുത്തത് സ്പെരിക്കൽ ബബിൾ എന്ന് പറയുന്ന ഒരു സംഭവം. ബബിളും ഡ്രോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ആ ബബിളിനകത്ത് ബബിളിന് രണ്ട് സർഫസും ഡ്രോപ്പിന് ഒരു സർഫസും ഉള്ളത് നിങ്ങളങ്ങ് പഠിക്കുക. അതാണ് ആകെയുള്ള വ്യത്യാസം. ബബിളിന് രണ്ട് സർഫസ്, എയർ ബബിൾസിന് രണ്ട് സർഫസ് ഉണ്ടെന്നും ലിക്വിഡ് ഡ്രോപ്പിന് ഒരു സർഫസ് ഉണ്ടെന്നും നിങ്ങൾ പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇമേജ് കാണിച്ചു തരാം. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇമേജ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, അയ്യോ അതെങ്ങനെയാ, ബബിളിന് ഇതിന് ഒറ്റ സർഫസ് അല്ലേ ഉള്ളൂ, ഇല്ലേ? അങ്ങനെ ഒരു തോന്നലില്ലേ? അതിന് വെള്ളത്തിന് രണ്ട് സർഫസ്. ഒരു ലിക്വിഡ് ഡ്രോപ്പ് വീഴുന്ന സമയത്ത് ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഇങ്ങനെ വീഴുക, ഇതിന് എത്ര സർഫസ്? ഇതിന് രണ്ട് സർഫസ്. ഓക്കെ, അത് പറഞ്ഞുതരാം. അതിന്റെ ഇത് പറഞ്ഞുതരാം. ബബിൾസിനകത്തും ഇത് ഒറ്റ ലിക്വിഡ് ഡ്രോപ്പിനകത്തൊരു സർഫസ് ഉണ്ട്. എടാ ബബിളിന്റെ അകം പൊള്ളയാ, അപ്പൊ അകത്തും ഒരു സർഫസും ഉണ്ട്, പുറത്തും ഒരു സർഫസ് ഉണ്ട്. എന്നാൽ ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, പുറത്തൊരു സർഫസ്. അങ്ങനെ ചിന്തിക്കാം. നമുക്ക് ആ ഇമേജ് കാണിച്ചു, ഇമേജ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഇതാണ് ബേസിക് ഡിഫറൻസ്. ഇങ്ങനെ പഠിച്ചങ്ങ് വെക്കണം, മനസ്സിലായോ? അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് അതിന്റെ ഡെറിവേഷൻ തുടങ്ങുന്നത്. അതും കൂടെ എഴുതിക്കോ, എക്സസ് പ്രഷർ. കാരണം എന്താണെന്നറിയോ, ഇത് പഠിപ്പിക്കാൻ നടന്നത് കഴിഞ്ഞ തവണ ഞാൻ ലിക്വിഡ് ഡ്രോപ്പ് പഠിപ്പിച്ചിട്ട് ചില സ്കൂളിൽ ചോദിച്ചത് സ്പെരിക്കൽ ബബിളിന്റെ ഡെറിവേഷൻ എഴുതാൻ പറ്റിയില്ല പലർക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതും കൂടെ പഠിപ്പിക്കുകയാണ്. ഈ സെയിം ഡെറിവേഷൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. നോക്കിക്കോ, ഇങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. എക്സസ് പ്രഷർ ഹെഡിങ് എഴുതിക്കോളൂ. എക്സസ് പ്രഷർ inside a spherical bubble. അപ്പൊ ആദ്യം മനസ്സിലായിക്കോണം, ബബിൾ has two surface. അപ്പം ഇവിടത്തെ ഇൻക്രീസ് ഇൻ ഏരിയ എന്തായിരിക്കണം എന്നറിയോ? ഇൻക്രീസ് ഇൻ ഏരിയ, സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെടുക്കണം? ഡെൽറ്റ എന്തെടുക്കണം? 2 ഇൻറ്റു എന്തെടുക്കാം? നേരത്തെ 8πr/dr എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. ഓൾറെഡി വർക്ക് ഡൺ ഇൻ ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ എ ഇൻറ്റു സിഗ്മയാണ്, ആണല്ലോ? ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഇനി 2 in 1 അത് കൊടുത്താലോ? 2 in 1 അത് കൊടുത്താലോ? W ഇസിക്കൽ എന്തായിട്ട് മാറും? 2 ഇൻറ്റു 8π ഇൻറ്റു r ഇൻറ്റു dr ഇൻറ്റു സിഗ്മ എന്ന് വരും. ആണോ? ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇനി നമുക്കറിയാം ഓൾറെഡി വർക്ക് ഈസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആണ്. നമുക്കറിയാം വർക്ക് ഈസിക്കൽ ടു ഫോഴ്സ്. അവിടെ എന്തായിരുന്നു? ഇനിഷ്യൽ എന്തായിട്ട് എടുക്കേണ്ടത്? നമ്മൾ ഫോഴ്സ് നേരത്തെ നമ്മൾ ഡെൽറ്റ പി ഇൻറ്റു എന്തായിട്ട് എടുത്തത്? 4πr² ഇൻറ്റു dr എന്ന് എടുത്തത്, ആണോ? ആ ഡിസ്പ്ലേസ്മെന്റ് dr ആണോ? ആണ്. അങ്ങനെയാണ് വർക്ക്. ഇതിനെ നമുക്ക് ഇക്വേഷൻ 4 എന്ന് വിളിക്കാം. ഇതും ഇക്വേഷൻ 3ഉം വർക്കാണ്, ഇക്വേഷൻ 4ഉം വർക്കാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഓൺ ഇക്വേറ്റിംഗ് എന്ത് ചെയ്യാം? ഇക്വേഷൻ 3 and 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡെൽറ്റ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ പി ഇൻറ്റു 4πr² ഇൻറ്റു dr ഈക്വൽ എന്താണെന്ന് എഴുതാം? 2 ഇൻറ്റു 8π ഇൻറ്റു r ഇൻറ്റു dr ഇൻറ്റു സിഗ്മ എന്ന് എഴുതാം. ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ നേരത്തെ പോലെ 4ഉം ഇതും 4 വെച്ച് കട്ട് ചെയ്തു, അല്ല 2 വെച്ചിട്ട് കട്ട് ചെയ്തു. അതേപോലെ പൈയും പോകുന്നു. പിന്നെ ബാക്കി ഇവിടത്തെ ഒരു r² ഇവിടുത്തെ ഒരു r ഉം പോകുന്നു. dr ഉം പോകുന്നു. അപ്പൊ ബാക്കി ഇവിടെ ഒരു ഡെൽറ്റ പി കിടപ്പുണ്ട്. വേറെ എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. ഇവിടെ ഇൻറ്റു 2 ഇൻറ്റു 2 ഉണ്ട്, 4 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ r², ഇവിടെ ഒരു r ഉണ്ട്. ഇവിടെ 4 സിഗ്മ ഉണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ പി ആണ്. ഡെൽറ്റ പി ഈക്വൽ എന്താ? 4 സിഗ്മ ഡിവൈഡ് ബൈ എന്താ?
അത്രേ ഉള്ളൂ. ചെറുതാക്കാമേ, ചെറുതാക്കാൻ നിങ്ങൾ നോക്കിയിട്ട്. ഏതാടാ എടാ ഫോഴ്സ് നേരത്തെ നമ്മൾ പ്രഷറിനെ കണ്ടുപിടിച്ച് വെച്ചില്ലായിരുന്നു? പ്രഷർ ഡെൽറ്റ പി ഇൻറ്റു 4πr² എന്നല്ലേ ഇനിഷ്യൽ ഡ്രോപ്പിന്റെ കണ്ടുപിടിച്ച് വെച്ചത്? അത് തന്നെ അത് തന്നെ അത് തന്നെ ഇവിടെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ഹെഡിങ് എഴുതിക്കോ, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ 2 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. Angle of contact is associated with wetting. For spherical drop, it does not wet, but for flattened drop, its spread indicates wetting. എന്ന് പറഞ്ഞാൽ ഈ സർഫസിനെ വെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറയുക? നിങ്ങള് മറ്റേ ഇത് കണ്ടിട്ടുണ്ടോ, നമ്മുടെ താമരപ്പൂവിന്റെ ലീഫ്, താമരയുടെ ഇല, അതിനകത്ത് വെള്ളം കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? വെള്ളം അതേൽ എന്ത് ചെയ്യത്തില്ല, അതേൽ ഇങ്ങനെ അതിങ്ങനെ ഒഴുകി നടക്കും കേട്ടോ. അപ്പൊ അത് വെറ്റ് ചെയ്യത്തില്ല, ചേമ്പല്ല, വെറ്റ് ചെയ്യത്തില്ല. അതായത് ആ ലീഫിനെ എന്ത് ചെയ്യത്തില്ല, അത് നനയ്ക്കത്തില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, അതായത് ഹൈഡ്രോഫോബിക്ക, മനസ്സിലായോ? ഹൈഡ്രോഫോബിക് ഡ്രസ്സുകളുണ്ട്, മനസ്സിലായോ? അതായത് നമ്മുടെ എന്താണ് റെയിൻകോട്ട് അല്ല ഹൈഡ്രോഫോബിക് ആന്ന് പറയുമെങ്കിൽ ഹൈഡ്രോഫോബിക് ഒന്നും അല്ല. അതായത് ഫസ്റ്റ് ദിവസം ഇട്ടാൽ മാത്രമേ ഹൈഡ്രോഫോബിക് ആകത്തുള്ളൂ. പിന്നീട് എന്താ, അത് അതേ ജസ്റ്റ് ഒരു കോട്ടിങ് വരുന്നുണ്ട്. അത് കോട്ടിങ് ഒരു പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് പോകും, മനസ്സിലായി? എന്നാൽ അതല്ല, നാനോ ടെക്നോളജി വെച്ച് ഇപ്പൊ വികസിപ്പിച്ചെടുത്ത ഒരു സാധനമുണ്ട്. അത് നനയ്ക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെളിയാവത്തില്ല. നിങ്ങൾ പരസ്യമൊക്കെ കണ്ടു കാണും. അതായത് നാനോ ടെക്നോളജി വെച്ച് വികസിപ്പിച്ചെടുത്ത ഒരു സാധനമാണ്. അത് വെറ്റാവത്തില്ല. എത്ര കളർ വെള്ളം എടുത്തു, അതായത് നമ്മുടെ സദ്യയുടെ കറി എടുത്ത് ദേഹത്ത് ഒഴിച്ചെന്ന് പറഞ്ഞാൽ ആ കറി ഇങ്ങനെ നൈസായിട്ട് ഒഴിക്കുന്നു, അതെ പിടിക്കത്തില്ല, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ് തീരുമാനിക്കുന്നത് ഒരു സർഫസിനെ, ഒരു ലിക്വിഡിന് ഒരു സർഫസിനെ വെറ്റ് ചെയ്യിക്കാൻ പറ്റുമോ, വെറ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? ഇപ്പൊ ചേമ്പലൊക്കെ ആണെന്ന് പറഞ്ഞാൽ അത് വെറ്റ് ചെയ്യിക്കത്തില്ല. വെള്ളം വീണ് കഴിഞ്ഞാൽ ആ ലീഫിനെ അത് വെറ്റ് ചെയ്യിക്കുമോ? ഇല്ല. നേരെ മറിച്ച് നമ്മളിപ്പോ ഈ തടിയെ വീണ് എന്ത് സംഭവിക്കും? അതിങ്ങനെ ഫ്ലാറ്റ് ഉണ്ടാവും, സ്പ്രെഡ് ചെയ്തിട്ട് ആ തടി എന്ത് ചെയ്യും, അതിനെ നനയ്ക്കും, തടി വെറ്റാവും, ഇല്ലേ? അപ്പം അത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ആ ലിക്വിഡ് വെറ്റ് ചെയ്യുന്ന ലിക്വിഡ് ആണോ വെറ്റ് ചെയ്യാത്ത ലിക്വിഡ് ആണോ എന്നുള്ള കാര്യം പറയാൻ പറ്റും. അപ്പൊ നോക്കിക്കോളൂ. അടുത്ത ഒരു ലൈൻ വിട്ടിട്ട് ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ the tangent to the liquid surface at the point of contact and the solid surface
surface inside the liquid is called angle of contact. For that point. ഒരു ഉദാഹരണം പറയാം, നോക്കിക്കോ. അത് എഴുതിയിട്ട് ഒരു ഉദാഹരണം പറയാം. നോക്കിക്കോളൂ, ഇവിടെ എല്ലാവരും നോക്കിക്കോ. ഇതൊരു സർഫസ് എന്ന് വിചാരിച്ചോ. ഈ സർഫസിൽ ഒരു ലിക്വിഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതെന്താ, ഇങ്ങനെ ഒരു ലിക്വിഡ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെറ്റാവുന്നില്ല. അപ്പൊ ഇതിന്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരയ്ക്കണേ എങ്ങനെ വരയ്ക്കാൻ അറിയാമോ? ഈ ലിക്വിഡ് കോണ്ടാക്റ്റിലുള്ള ഈ സർഫസ് തന്നെ ഇങ്ങനെ ആയിരിക്കും. അതിൽ നിന്ന് ആ ലിക്വിഡ് ഒരു ടാൻജന്റ് ഇങ്ങനെ വരച്ചാൽ മതി. കണ്ടോ, ടാൻജന്റ് ഇങ്ങനെ വരച്ചാൽ ടാൻജന്റ്. അപ്പൊ ഇതിനിടയിൽ ഫോം ചെയ്യുന്ന നോക്കി, ഈ ആംഗിൾ ആണ് തീറ്റ. ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഈ ആംഗിൾ ഇവിടെ നോക്കി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ്, അതായത് ഒബ്റ്റ്യൂസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ വെറ്റിംഗ് നടക്കത്തില്ല. ഡസ് നോട്ട് വെറ്റ്. മെർക്കുറി തന്നെ ഒരു എക്സാമ്പിളാ. മെർക്കുറി ഗ്ലാസ്സിൽ മെർക്കുറി കണ്ടിട്ടുണ്ടോ? ഗ്ലാസ്സിനകത്തല്ലേടാ മെർക്കുറി, മറ്റേ ഗ്ലാസ് മെറ്റീരിയലിനകത്ത് നമ്മുടെ പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തെർമോമീറ്ററിനകത്ത് ഗ്ലാസ് മെറ്റീരിയലിനകത്തല്ലേ ഇത് റൈസ് ചെയ്യുന്നതും താഴുന്നതും. ഗ്ലാസ്സിൽ ഒട്ടിയിരിക്കുമോ? ഇല്ല, വെറ്റ് ചെയ്യത്തില്ല ഗ്ലാസിനെ. മനസ്സിലായി? അതിന്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അതാണ് അതിന്റെ കാരണം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഒരു സർഫസ്, ഇതേപോലെ തന്നെ ഒരു സർഫസ്. ഈ സർഫസിൽ ലിക്വിഡ് തന്നെ ഇങ്ങനെ ആയിരിക്കും. ഇതിന്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എങ്ങനെ ആയിരിക്കും? ഇവിടെ ഒന്ന് ടാൻജന്റ് ഇങ്ങനെ വരയ്ക്കണം. അത് ഏതുമായിട്ടാ? ഇതുമായിട്ട്, ഈ സർഫസുമായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ നോക്കി, ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇത് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ, ഇത് തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പൊ അതെന്തായിരിക്കും? അത് അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. അതെന്താ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി. അത് വെറ്റ് ചെയ്യും, സർഫസിനെ വെറ്റ് ചെയ്യും. വെറ്റ് ദ സർഫസ്. ഏതാ? ഇത് വരയ്ക്കണം. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും. പടം തന്നിട്ട് ചോദിക്കും ഇത് ആംഗിൾ കണ്ടുപിടിക്കാനല്ല, പടം തന്നിട്ട് ഇത് എന്താണ്, വെറ്റ് ചെയ്യുന്ന ലിക്വിഡിന്റെ ആണോ, എന്താണ് വെറ്റ് ചെയ്യാത്ത ലിക്വിഡിന്റെ ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. 1 മാർക്കിനൊക്കെ ചോദിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് spread on plastic plate but remains spherical on lotus leaf. Why? Water ഹൈഡ്രോഫോബിക് ആകാൻ കാരണം കുറച്ചുകൂടെ നിങ്ങൾ 2 ടൈപ്പ് ഫോഴ്സിനെ പറ്റി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? കോസി ഫോഴ്സും അതർസി ഫോഴ്സും പഠിച്ചായിരുന്നു. ICC പഠിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ 8-ലോ ഇല്ല കൊഹഷൻ അദഷൻ കേട്ടിട്ടില്ല. ഓക്കെ, എന്നാ ഞാൻ പറഞ്ഞുതരാം. കേട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞു നോക്കാം. കോസി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയോ? ഫോഴ്സ് പിന്നെ ആ കോസി ഫോഴ്സും അദസി ഫോഴ്സും ആണ് ഇതിന്റെ റീസൺ. അത് പറഞ്ഞുതരാം. അതായത് കോസി ഫോഴ്സ് എന്ന് പറയുമ്പോൾ സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ കോസി ഫോഴ്സ് എന്ന് പറയുന്നത്. അദസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു പാത്രത്തിൽ വെള്ളം എടുക്കും. ആ വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിന്റെ രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും? കോസീവ് ഫോഴ്സ് എന്ന് പറയും. കാരണം രണ്ട് വാട്ടർ മോളിക്യൂൾ സെയിം ടൈപ്പാണ്. എന്നാൽ ആ വെള്ളം എടുത്തിരിക്കുന്നത് എന്തിനകത്താണ്? ഗ്ലാസ് മെറ്റീരിയലിനകത്താണ് എടുത്തിരിക്കുന്നത്. ആ ഗ്ലാസും വെള്ളവുമായിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അദസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അദസീവ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ വെള്ളത്തിനെ ആ ഗ്ലാസ് പ്ലേറ്റ് അങ്ങോട്ടേക്ക് വലിച്ച് ഫ്ലാറ്റ് ആക്കും. കോസീവ് ഫോഴ്സിനെക്കാളും കൂടുതലാണ് അദസീവ് ഫോഴ്സ് എങ്കിൽ എന്ത് സംഭവിക്കും? അദസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറന്റ് മോളിക്യൂളിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മോളിക്യൂളിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ആണ്. ഇപ്പം വെള്ളം ഗ്ലാസിനകത്ത് എടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ മോളിക്യൂളും ഗ്ലാസുമായിട്ട് ഫോം ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് എന്താ? അദസീവ് ഫോഴ്സ്. എന്നാൽ ആ വാട്ടർ മോളിക്യൂൾസിനകത്ത് ലക്ഷക്കണക്കിന് വാട്ടർ മോളിക്യൂൾ ഉണ്ട്. ഇവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കോസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. കോസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ഇന്റർമോളിക്കുലർ ബോണ്ടിങ് ഒക്കെ കോസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് അങ്ങനെ കുറെ ഇല്ലേ? ഹൈഡ്രജൻ ബോണ്ടിങ് നിങ്ങൾ അല്ല നമ്മൾ പഠിച്ചാണ്, നമ്മൾ കെമിസ്ട്രിയിൽ അത് പഠിച്ചാണ് ഹൈഡ്രജൻ. അല്ല ഇനി പഠിക്കാം അല്ലെ? കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് പഠിക്കാനുള്ള. ഓക്കെ, എനിവേ അപ്പം ഇതിന്റെ ആൻസർ എഴുതിക്കോളൂ. ഇതിന്റെ ആൻസർ എഴുതിക്കോളൂ. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇതിന്റെ ആൻസർ എഴുതിക്കോളൂ. ഇത് കൂടെ എഴുതിയിട്ട് നിർത്തിക്കാം. ദിസ് ഈസ് ബിക്കോസ് cohesive force between water molecule is stronger than adhesive force between water and lotus. But on glass plate sorry, but on glass and plastic plastic plate എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലാസ് പ്ലേറ്റ് ആണെങ്കിൽ പ്ലാസ്റ്റിക് പ്ലേറ്റ് ആണെങ്കിൽ ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക് പ്ലേറ്റ് cohesive force between water is less than adhesive force between water and plate അല്ലെങ്കിൽ water and plastic. So it pulls water towards it, and drop become flattened. ഇങ്ങനെ നിർത്താമേ. Okay.